അയ്യപ്പേട്ടാ, പി സരിൻ കോൺഗ്രസ് വിട്ട് CPM-ലേക്ക് ചേക്കേറിയതാണ്. അപ്പോൾ സരിനെ കൈവിട്ടിട്ടില്ല സർക്കാർ എന്നാണ് മനസ്സിലാക്കേണ്ടത്. വിജ്ഞാന കേരളത്തിന്റെ ഉപദേശകനായിട്ട് നിയമിച്ചിട്ടുണ്ട്. 80,000 രൂപയാണ് ശമ്പളം. അതിൽ തെല്ല് അതിശയോക്തിയൊന്നും ഉണ്ടാകേണ്ട കാര്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ സരിൻ വളരെ ക്വാളിഫൈഡ് കുറഞ്ഞു പോയോ എന്നുള്ളതാണ് എന്റെ സംശയം. അതായത് സരിൻ വളരെ ക്വാളിഫൈഡ് ആണ്, ഡോക്ടറാണ് സരിൻ. സരിൻ കോൺഗ്രസിൽ KPCC-യുടെ ഡിജിറ്റൽ മീഡിയ വിഭാഗത്തിന്റെ ആളായിരുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന അവസരത്തിൽ കോൺഗ്രസിനകത്ത് അദ്ദേഹം ഒരു സ്ഥാനമോഹിയായി കോൺഗ്രസിലെ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സീറ്റ് ഷാഫി പറമ്പിൽ പറഞ്ഞുറപ്പിച്ച സമയത്ത് സരിന് കിട്ടിയേക്കാവുമായിരുന്ന സീറ്റ് നഷ്ടപ്പെട്ടതിൽ തെല്ല് കുണ്ഠിതത്തോടെ നിന്ന സരിനെ CPM-ലേക്ക് കൊണ്ടുവന്നതിൽ നിർണായക പങ്ക് വഹിച്ച AK ബാലനൊക്കെയാണ്. AK ബാലൻ എന്ന പാലക്കാടത്തെ മുതിർന്ന നേതാവൊക്കെയാണ്. പിന്നീട് MP രാജേഷ്. അപ്പോ സരിന് ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് നമ്മൾ റിപ്പോർട്ട് ചെയ്യാനൊക്കെ പോയിട്ടുണ്ട്, അത് പ്രീതിക്ക് അറിയാം. അപ്പോ സരിനെ സംബന്ധിച്ച് സരിൻ ഇവിടേക്ക് വരുമ്പോൾ ഒരു ഉടമ്പടി ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സരിൻ ഇവിടെ വന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു ഉടമ്പടി നിലവിലും CPM നേരത്തെ പലരോടും കാട്ടിയിട്ടുണ്ട്. അതായത് പാർട്ടിക്ക് പാലക്കാട് ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിയാത്ത ഒരു വല്ലാത്ത പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ അവർക്ക് വീണ് കിട്ടിയ ഒരു ആയുധമായിരുന്നു സരിൻ. സരിൻ നേരത്തെ നിയമസഭയിലെ സ്ഥാനാർത്ഥി ഒറ്റപ്പാലത്തേക്ക് സരിൻ മത്സരിച്ചതാണ്, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി. അപ്പൊ സരിൻ കളമാറ്റി ചവിട്ടുന്നതിന് നിമിത്തമായത്, അതിന്റെ കാരണമായത് കോൺഗ്രസിനകത്തെ തമ്മിലടിയാണെന്നുണ്ടെങ്കിൽ ഒരു വേള CPM-ന് ഒരു നല്ല സ്ഥാനാർത്ഥിയെ പാലക്കാട് കിട്ടാൻ ഉള്ള സാധ്യത തീരെ കുറവായിരുന്നു. അത്തരത്തിലൊരു സ്ഥാനാർത്ഥിയെ പോലും CPM-ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവർ കണ്ടെത്തിയ പല പേരുകളും പ്രാദേശിക തലത്തിൽ അറിയപ്പെടുന്നവരും, എന്നാൽ ഒരു ഉപതെരഞ്ഞെടുപ്പാകുമ്പോൾ തീർച്ചയായും ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പ്, എല്ലാവരുടെയും ശ്രദ്ധ ആ ഒരു നിയോജക മണ്ഡലത്തിലേക്ക് മാത്രമാകുന്നത് കൊണ്ട് CPM-ന് ഒരു തൃപ്തി തോന്നിയില്ല. അവർ കണ്ടെത്തിയ 3ഓളം പേരുകൾ. ഏതായാലും നിലവിൽ അവിടെ കോൺഗ്രസ് കണ്ടെത്തിയിരുന്ന പേരുകളും അത്ര മോശം പേരുകളൊന്നും ആയിരുന്നില്ലെങ്കിലും സരിന് ഈ പറയുന്ന പോലെ AICC-യുടെ ഒരു നോമിനി എന്ന രീതിയിൽ മത്സരിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഷാഫി പറമ്പിലിന്റെ ഏറ്റവും അടുത്ത ആളും VD സതീശന്റെ മാനസപുത്രനുമായി ഇരിക്കുന്ന അവസരത്തിലായതുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്വന്തം ജില്ലയായ ആറന്മുളയിൽ നിന്ന് അവിടെ പാലക്കാട് അദ്ദേഹം വരുന്നു. പിന്നീട് അദ്ദേഹം പാലക്കാടുകാരുടെ പൊന്നോമന കുട്ടിയായി മാറുന്നു, പുത്രനായി മാറുന്നു. വളരെ കൂടിയ ഭൂരിപക്ഷത്തിൽ ഈ പറയുന്ന എല്ലാ മുസ്ലിം സംഘടനകളുടെയും ഒക്കെ വോട്ട് അദ്ദേഹത്തിന് കിട്ടി, ലീഗ് ഉൾപ്പെടെയുള്ളവരുടെ SDPI-യൊക്കെ വോട്ട് കിട്ടി. അപ്പോൾ ഇതിൽ നമ്മൾ പറയേണ്ടത് ഇത്രയും അതൊരു ചരിത്രമാണ്. ഇനിയിപ്പോൾ നമ്മൾ സരിനിലേക്ക് തന്നെ വരുമ്പോൾ സരിനെ ഈ പറയുന്ന വിജ്ഞാന കേരളം ഉപദേശകനായി CPM നിയമിക്കുമ്പോൾ ഒരു വേള സരിൻ ഇവിടേക്ക് വരുമ്പോൾ ആദ്യം ഉയർന്നു കേട്ടത് സരിൻ KTDC-യുടെ ചെയർമാൻ ആകും എന്നായിരുന്നു. അപ്പൊ ശശി അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോ അന്ന് PK ശശിയുടെ ഇരിപ്പിടം ഒന്ന് ഇളകുന്ന, ശശി ഇരിക്കുന്ന കസേര ആടി ഉലഞ്ഞിരിക്കുന്ന ഒരു സന്ദർഭമായിരുന്നു. അതായത് സംസ്ഥാന സമ്മേളനത്തിന് മുമ്പ്, CPM-ന്റെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ്. അപ്പൊ ഷൊർണൂർ പാർട്ടിയുടെ ഒരു ഭയങ്കര ശക്തിയാണ് ശശി എന്നുള്ളത് ഗോവിന്ദൻ വിശ്വസിക്കുന്നത് കൊണ്ടും പിണറായിക്ക് അത് ഒരു പകുതിയോളം വിശ്വാസമുള്ളത് കൊണ്ടും എത്ര തട്ടിപ്പ് നടത്തിയിട്ടും ശശിയെ സംരക്ഷിക്കുകയായിരുന്നു. PK ശശി പാർട്ടിക്കകത്ത് ഒരുപാട് വെട്ടിപ്പ് നടത്തിയ ഒരാളാണ്. അപ്പൊ ഞാൻ ആലോചിച്ചത് 2 ശശിമാരുണ്ട്, രണ്ടും തലവേദനയാണ്. അതെ, P ശശിയും PK ശശിയും സ്വഭാവത്തിലും ഏതാണ്ട് ഒരുപോലെയാണ്. PK ശശിയും ഏതാണ്ട് അതേ സ്വഭാവക്കാരനാണ്. CPM-നെ സംബന്ധിച്ച് അത്തരം സ്വഭാവക്കാർ ആ പാർട്ടിയുടെ ഒരു ദൂഷ്യമുള്ളവർക്ക് പ്രമോഷൻ നൽകുന്ന ഒരു പാർട്ടിയാണ്. അതൊക്കെ ഉണ്ട്. അത് ഈ പറയുന്ന പോലെ ഇതുവരെയുള്ള ചരിത്രം നമ്മൾ നോക്കുമ്പോൾ കാണുന്നതാണ്. അപ്പൊ അത്തരത്തിൽ PK ശശിയുടെ KTDC-ലെ സ്ഥാനം തെറിച്ചേക്കും, ശശിയെ പാർട്ടിയിൽ നിന്ന് വരെ പുറത്താക്കിയേക്കും എന്ന റൂമറുകൾ നിൽക്കുന്ന അവസരത്തിലാണ് സരിൻ വരുന്നത്. അപ്പോൾ സരിൻ വരുമ്പോൾ എല്ലാവരും പറഞ്ഞത് സരിൻ ഇതാ KTDC-യുടെ ചെയർമാൻ ആകാൻ പോകുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ അത്തരത്തിൽ സരിൻ KTDC-യുടെ ചെയർമാൻ ആകാതെ പോയതിന്റെ കാരണം ആടി ഉലഞ്ഞിരുന്ന ആ കസേര ശശി തന്നെ ശരിയാക്കി, ശശി തന്നെ നിലനിർത്തി. അതിന്റെ പിന്നിൽ കാരണം മറ്റൊന്നുമല്ല, ഗോവിന്ദൻ അറിയാമായിരുന്നു ശശിയെ പുറത്താക്കിയാൽ ശശി നല്ല ഏറ്റവും വെട്ടിപ്പാണ് നടത്തിയിട്ടുള്ളത്. പാർട്ടിയുടെ പേരിൽ ഫണ്ടൊക്കെ വിരിച്ച് നല്ല തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. ആ തട്ടിപ്പ് ഇപ്പോഴെന്റെ അന്വേഷണം നടക്കുകയാണ്. എന്നാലും വേണ്ട, കുഴപ്പമില്ല, ശശി ഇരുന്നോട്ടെ എന്ന് കരുതി. അപ്പൊ ശശി ഇവിടെ KTDC-യുടെ ഓണം നാളിൽ കേക്കൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ പോസ്റ്ററിൽ ഉണ്ടായിരുന്നു. ശശിയെ പുറത്താക്കി എന്ന് വാർത്ത വന്ന സമയത്ത് അന്ന് ഫേസ്ബുക്കിൽ ശശി പാർട്ടിയെ വളരെ കുത്തി പറഞ്ഞുകൊണ്ട്, എങ്ങും തൊടാതെ മൂക്കിൽ തൊടുന്നതിനെ വളഞ്ഞു തൊടുന്ന പോലെ പറയാതെ പറഞ്ഞുകൊണ്ട്, അങ്ങനെയൊക്കെ കുറെ പ്രയോഗങ്ങളൊക്കെ ഉണ്ടല്ലോ മലയാളത്തിൽ, എന്നാ തൊട്ടു എന്നാ തൊട്ടില്ല എന്ന രീതിയിലൊക്കെ. അത്തരത്തിൽ ശശി പാർട്ടിയെ പൂർണ്ണമായി വിമർശിച്ചുകൊണ്ട് ലേഖനങ്ങളൊക്കെ അന്ന് വളരെ ചർച്ച ചെയ്യപ്പെട്ടതാണ്.
അപ്പോ സരിനെ എന്തായാലും ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ കഴിയാത്തത് കൊണ്ട് ഏറ്റവും അർഹമായ ഒരു സ്ഥാനം സരിന്റെ അറിവും വിവരവും ബോധവും കഴിവും ഒക്കെ വെച്ച് പൊതുവിജ്ഞാന കേരളത്തിന്റെ ഉപദേശകനായി അവർ CPM കൊണ്ടുവെക്കുകയാണ്. അപ്പോൾ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ചരിത്രം നാം പരിശോധിക്കുമ്പോൾ ഇത്തരത്തിൽ കോൺഗ്രസിൽ നിന്ന് വന്ന് അവർ പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന് ഉന്നതങ്ങളിൽ എത്തിച്ച നിരവധി നേതാക്കളുണ്ട്. അവരുടെ പേരുകൾ എണ്ണി പറയുകയാണെങ്കിൽ ഒന്ന് TK ഹംസ. TK ഹംസ ഇപ്പോഴും പാർട്ടിയിലുണ്ട്. ഹംസ വരുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ രസകരമായ സംഭവമാണ്. ഹംസയും ലോനപ്പന്തമ്പാടനും ഒക്കെ CPM-ലേക്ക് വരുന്നത്. ലോനപ്പന്തമ്പാടൻ ഇരിങ്ങാലക്കുടയിലെ MLA ആയിരുന്നതാണ്. അദ്ദേഹം മരിച്ചുപോയി. ഹംസ തീരെ വയ്യാതിരിക്കുവാണ്. അപ്പൊ സരിന്റെ കാര്യം പറയുമ്പോൾ സരിനുമായി നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നത് ഒന്ന് ഈ പറയുന്ന ഹംസയും ജലീലും ഒക്കെയാണ്. ജലീലിനെ മന്ത്രിയാക്കിയിട്ടുണ്ട്. അപ്പോ അവര് പിന്നെ ഹംസ വരുന്നതെന്ന് പറഞ്ഞാലും ലോനപ്പന്തമ്പാടം വരുന്നാലും നിയമസഭയിൽ പിന്നെ ഒരു അവിശ്വാസ പ്രമേയത്തിന് അവർ കോൺഗ്രസിൽ നിന്ന് മാറി വോട്ട് പിന്നെ CPM-ന് മാറി ചെയ്യുന്ന ഒരു തന്ത്രം, CPM-ന്റെ ഒരു തന്ത്രത്തിൽ അവർ രണ്ടുപേരും വീഴുകയും ആ വോട്ട് മാറി ചെയ്യുകയും പിന്നെ പ്രസ്തുത സർക്കാരിന് മൂട്ടിയിടാനായി സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ പിന്നെ ഒരു അടവ് നയം അന്ന് അങ്ങനെ അവരുടെ ഒരു മാറ്റം ഹംസയും ലോനപ്പന്തമ്പാടനും അടങ്ങിയവർ പലതവണ ലോനപ്പന്തമ്പാടൻ ഈ പറയുന്ന രീതിയിൽ വളരെ മനോഹരമായി സരസമായി സംസാരിക്കുന്ന ആളാണ്. അപ്പം നമ്പാടനെ മന്ത്രിയാക്കി, CPM സ്വതന്ത്രനാക്കി നിർത്തി, പിന്നീട് പാർട്ടി ചിഹ്നം കൊടുത്തു, മന്ത്രിയാക്കി. ഹംസയെ പിന്നെ എൻസൈക്ലോപീഡിയ ഡയറക്ടർ വരെ, എൻസൈക്ലോപീഡിയ അല്ല, ഇതുപോലെ പൊതുവിജ്ഞാനകോശം അതുപോലെ തന്നെ സർക്കാരിന്റെ പല അറിയപ്പെടുന്ന വകുപ്പുകളിൽ മന്ത്രിയായതിനു ശേഷം വെറുതെ ഇരിക്കണ്ട എന്ന് പറഞ്ഞ് ഭരണത്തിൽ വന്ന ശേഷം പിടിച്ചിരുത്തിയിട്ടുണ്ട്, സർക്കാർ കാറുമൊക്കെ. അപ്പോ പിന്നെ ഇതിൽ അവസാനം ഈ ശ്രേണി വരുമ്പോൾ ചെറിയാൻ ഫിലിപ്പ് വരും. ചെറിയാൻ ഫിലിപ്പിനും കോൺഗ്രസുമായി അന്ന് അടിയുണ്ടാക്കി ചെറിയാൻ ഫിലിപ്പ് വന്നതാണ്. പിന്നീട് KP അനിൽകുമാർ ഉണ്ട്. KP അനിൽകുമാർ എന്ന് പറയുന്ന പിന്നെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവായിരുന്ന ഈ അടുത്തിടയ്ക്ക് പാർട്ടി വിട്ടു വന്ന ഒരാളുണ്ട്. തിരുവനന്തപുരത്ത് പിന്നെ അറിയപ്പെടുന്ന ഒരു നേതാവായിരുന്നു, പിന്നെ കോൺഗ്രസ് നേതാവായിരുന്നു പ്രശാന്ത്. അദ്ദേഹം ഇപ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റാണ്. അത് CPM-നെ സംബന്ധിച്ച് CPM ഇങ്ങനെ പിന്നെ മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വരുന്നതിൽ ഏറ്റവും മികവുള്ളവരെ അവർ കൊണ്ടുവരാറുണ്ട്. അങ്ങനെ കൊണ്ടുവന്ന് അവർക്കെല്ലാം പറയുന്ന സ്ഥാനം, അതായത് അവരുടെ ആപത്കാലത്ത് അവരെ കൂടെ നിന്ന് അവരെ സഹായിച്ചവരെ അവർ തീർച്ചയായിട്ടും സ്ഥാനമാനങ്ങൾ കൊടുത്ത് അവരെ കൂടെ നിർത്തിയിട്ടുണ്ട്. അതിന് നിരവധി തെളിവുകൾ, ഞാനിപ്പോൾ പറഞ്ഞത് വളരെ ചുരുക്കം പേരാണ്. ഇനിയും എന്നെക്കാളും ഇതിനെക്കുറിച്ച് അറിയാവുന്നവർ ഈ രംഗത്ത് രാഷ്ട്രീയ വിദ്യാർത്ഥികൾ അല്ലാത്തവരും ഉണ്ടാകും. എൻ്റെ ഓർമ്മയിൽ ഇത്രയും പേര് ഞാൻ പറഞ്ഞു. എന്നാൽ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് CPM എന്ന് പറയുന്ന പാർട്ടി നാളിതുവരെ ഇപ്പൊ ജലീലിനെയൊക്കെ മന്ത്രിയാക്കിയിട്ടുണ്ട്. നാളിതുവരെ അവർ ഈ പറഞ്ഞതുപോലെ തന്നെ പ്രവർത്തിച്ച ആൾക്കാരാണ്. അവരെ ആപത്ഘട്ടത്തിൽ നിന്ന് ഇപ്പോൾ പാലക്കാട് തോറ്റു എന്നുണ്ടെങ്കിൽ നല്ലൊരു മത്സരം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സരിനോട് പറഞ്ഞ വാക്ക് അവർ പാലിച്ചു. അതിലൂടെ CPM-ന്റെ ആ ഒരു രാഷ്ട്രീയം, ഈ കേരള രാഷ്ട്രീയത്തിൽ CPM നാളിതുവരെ ചെയ്തിരുന്ന, അതായത് PK ശശിയുടെ കസേര ഇളകുമെന്ന് കണ്ടപ്പോൾ ശശി തന്നെ ഇടപെട്ടായിരിക്കാം ഒരുപക്ഷെ വിജ്ഞാന കേരളം. ഒരിക്കലും അല്ല. ശശിക്കൊന്നും അങ്ങനെയുള്ള റോളൊന്നും ഉണ്ടാകും. ശശിയൊക്കെ ഒരു ജില്ലയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു നേതാവാണ്. പക്ഷേ ശശി ജില്ലയിൽ മാത്രം ഒതുങ്ങുന്ന നേതാവായിട്ടും പിടിപാട് വേറെ പാർട്ടിക്കകത്ത് പിടിപാട്, പാർട്ടിക്കകത്ത് ഈ പറയുന്ന ഗോവിന്ദന്റെ ഒരു നയം. അതായത് ശശിയുടെ കസേര പോകുമെന്നുണ്ടെങ്കിൽ ശശിക്ക് അതിന് വേണ്ട നടപടികൾ ചെയ്തല്ലേ പറ്റുള്ളൂ. അല്ല, അത് ഞാൻ പറഞ്ഞു തരാം. അതായത് CPM എന്ന് പറയുന്ന പാർട്ടിക്കകത്ത്, അവരുടെ പാർട്ടി സംഘടനയ്ക്കകത്ത് തന്നെ നിരവധി പ്രശ്നങ്ങൾ ഈ സംസ്ഥാന സമ്മേളന സമയത്ത് നടന്നു. അത് അവരിങ്ങനെ ഓരോന്നായി ഒതുക്കി വരുന്നതേ ഉള്ളൂ. അതിൽ ഒന്ന് ഈ പറയുന്ന ശശിയുടെ വിഷയം, ശശി വളരെ ഇതായിട്ട് കുറച്ച് തട്ടിപ്പുകളൊക്കെ നടത്തി എന്നുണ്ടെങ്കിൽ ശശിയെ ബ്രാഞ്ചിലോട്ട് തരം താഴ്ത്തിയിട്ടുണ്ട്. ശശി പാർട്ടിയിൽ വെറും ബ്രാഞ്ച് അംഗമാണ് എന്നാണ് എൻ്റെ അറിവ്. കാര്യം ശശി ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു. അവിടെ ഒരു ട്യൂട്ടോറിയൽ കോളേജിന്റെ ഇതുമായി ബന്ധപ്പെട്ട് തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. പാർട്ടിയിൽ ഒരു വമ്പൻ തട്ടിപ്പ്, പാർട്ടിയുടെ പേരിൽ ലക്ഷങ്ങളുടെ തട്ടിപ്പ് ശശിയുടെ പേരിലുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ശശിയുടെ പേര് ഇവിടേക്ക് വരാൻ കാര്യം ശശി തെറിക്കുമെന്നും അന്ന് തന്നെ അഭ്യൂഹം ഉണ്ടായിരുന്നു, KTDC ചെയർമാനായി പോകുമെന്നാണ് ഉണ്ടായിരുന്നത്. എന്തോ പല കാരണങ്ങൾ കൊണ്ട് പോയി എന്ന് മാത്രമേ നമ്മൾ ആ വിഷയത്തിൽ പറഞ്ഞുള്ളൂ. പക്ഷെ അത് പറയുമ്പോഴും പറയാതെ പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ CPM-നെ സംബന്ധിച്ച് സംസ്ഥാന സമ്മേളനം നടക്കുന്ന അവസരത്തിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായതിൽ ഒന്നാണ് ശശിയുടെ വിഷയം. രണ്ട്, പാലക്കാട് ഒരു സ്ഥാനാർത്ഥിയെ കിട്ടാതെ ഉള്ള പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോന്ന് അറിയില്ല. പാലക്കാട് ഇലക്ഷൻ സമയത്ത് PK കൃഷ്ണദാസ് ഇവിടെ ഇറച്ചി വെട്ടിയിരിക്കാനോടെ നീയൊക്കെ വന്ന് ഇവിടെ നിൽക്കാനെന്ന് പറഞ്ഞുകൊണ്ട് ഇറച്ചിക്കടയുടെ മുന്നിൽ നായ്ക്കൾ വന്ന് നിൽക്കുന്നത് പോലെ നീയൊക്കെ നിൽക്കുകയാണെന്ന് വെച്ചാൽ മാധ്യമ പ്രവർത്തകരുടെ ചൂടായ ഒരു സംഭവമൊക്കെ ഉണ്ട്. അതിന്റെ പേരിൽ കൃഷ്ണദാസ് എന്ന് പറയുന്ന കടുത്ത VS പക്ഷക്കാരനായ ഒരു നേതാവായിരുന്നു. ആ കൃഷ്ണദാസിനെ പാർട്ടി വിലക്കിയിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ CPM-ന് അന്ന് പാലക്കാട് ഒരു സ്ഥാനാർത്ഥിയെ പോലും കണ്ടെത്താൻ കഴിയാതിരുന്ന അവസരത്തിൽ സരിൻ കടന്നു വരികയും സരിനെ അവർ സ്ഥാനാർത്ഥി ആക്കുകയും
രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു നിരവധി ആ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു ഭയങ്കര കോൺട്രവേഴ്സി ആയിരുന്നു. പരസ്പരം ചെളിവാരി എറിയലും രാഹുലും സരിനും കാണുന്ന വേദിയും നമ്മൾ അന്ന് കോട്ട മൈതാനത്തൊക്കെ ഈ സരിൻ വന്ന സമയത്തൊക്കെ അതെ അതെ അതൊരു ക്യാമ്പയിൻ വരെ. അതായത് സരിൻ എന്ന് പറയുന്ന വീണ് കിട്ടിയെടുത്ത് ആയുധം, അതായത് വീണ അവിടെ ആ സംഭവം അവിടെ കിടന്ന ആയുധമാക്കുക ആ സംഭവം. അങ്ങനെ കോൺഗ്രസിന് നമ്മൾ പഴഞ്ചൊല്ല് പറയുമല്ലോ, പിന്നെ ഞാൻ ആ പഴഞ്ചൊല്ല് പറയാൻ തെറ്റിപ്പോയത്. അതായത് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത ആളാണ്. അപ്പോൾ സരിന്റെ ആ ഒരു വൈബ്രന്റ് CPM ഇഷ്ടപ്പെട്ടു. അതുപോലെ അവര് പിന്നെ നമ്മുടെ സന്ദീപ് വാര്യരെ കൊണ്ടുവരാൻ വേണ്ടി നോക്കിയതാണ്. അന്ന് AK ബാലൻ വളരെ സുഖമുള്ള വാക്കുകളൊക്കെ സന്ദീപ് വാര്യർക്ക് കിട്ടുന്നതിന് വേണ്ടി പറഞ്ഞെങ്കിലും ഒരു അനിശ്ചിതത്വം നീണ്ടുപോയി. അവസാനം സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയിരുന്നു. പക്ഷെ ഒരു പിടി കൂടുതൽ പിടിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സന്ദീപ് വാര്യരെയും കൊണ്ടുവരുമായിരുന്നു. അപ്പൊ അതിനൊക്കെ മിടുക്കും കഴിവുമൊക്കെ CPM-ന്, ആ കഴിവ് CPM-ന് മാത്രമേ ഉള്ളൂ. ചാടിപ്പോകുന്നവരെ പിടിച്ച് കൂടെ കൊണ്ടുവരാനും അതുവരെ പാർട്ടിയിൽ വെള്ളം കോരി നിന്നവന്, പാർട്ടിക്ക് സീനിയോറിറ്റി ഉണ്ടായിരുന്ന പലരെയും വെട്ടി അവർക്കങ്ങ് സ്ഥാനമാനം കൊടുക്കുമ്പോൾ ഈ അതുവരെ വർക്ക് ചെയ്തവരെല്ലാം വെറും കോഞ്ഞാളന്മാരായിട്ട് നിൽക്കേണ്ട അവസ്ഥയും CPM ഉണ്ടാക്കാറുണ്ട്. അത് ഈ പറയുന്ന ന്യൂനപക്ഷ സ്നേഹം കാണിക്കുന്നത് പോലെ. കാര്യം ഇപ്പൊ ഈ പറയുന്ന തിരുവനന്തപുരത്ത് ഡബിൾ എ റഹീമും പിന്നെ തുടങ്ങിയവരൊക്കെ തന്നെ അതിന് ഉദാഹരണമാണ്. ഏതായാലും CPM-ന്റെ ആ ഒരു അവർ പറഞ്ഞ വാക്ക് അവർ സരിനിൽ പിന്നെ തീർത്തു. അത് 80,000 രൂപ കൊടുത്തിട്ട്.